നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് ഉമ്മ ഒരു യാത്ര പോകുന്നുണ്ട്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകട്ടെ. അവരൊക്കെ ഖുദുമത്തുണ്ട്, സന്തോഷിക്കണം, നമുക്ക് അവസരം തരട്ടെ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹ മോനെയും കൂട്ടിയിട്ട് ഒരു യാത്ര പോകുന്നുണ്ട്. എങ്ങോട്ടാണ് യാത്ര? യസ്രിബിലാണ്, ഇന്നത്തെ മദീനയിലേക്ക്. മദീന കാണാൻ ഈ സദസ്സ് അല്ലാഹു നമുക്ക് സബബാക്കി തരട്ടെ. ആ മദീനയിലേക്ക് യാത്ര പോകുമ്പോ എന്തേ അങ്ങോട്ട് യാത്ര പോകാനുള്ള കാരണം? അബ്ദുൽ മുത്തലിബ് എന്ന ഭർത്താവിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മന്റെ നാടാണത്. അബ്ദുൽ മുത്തലിബിന്റെ വാപ്പ ഹാഷിം കല്യാണം കഴിച്ചത് യസ്രിബിലെ ബനു നജ്ജാർ ഗോത്രക്കാരിയായ സൽമാ ബിൻത് അംറിനെയാണ്. ആ പെണ്ണ് കല്യാണ ഗർഭിണിയായപ്പോഴാണ് ഹാഷിം മരിക്കുന്നത്. 7-ാം വയസ്സിലാണ് അബ്ദുൽ മുത്തലിബിന്റെ മക്കയിൽ വരുന്നത്. ഇരിക്കട്ടെ, അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മാമന്റെ കുടുംബം കാരണവന്മാരൊക്കെ ഉള്ളത് യസ്രിബിലാണ്. അവിടെ പോകണം, കുറച്ച് ദിവസം താമസിക്കണം. മാത്രമല്ല, ആമിന ബീവിന്റെ കൽബിൽ ഒരു നല്ല നൊമ്പരമുണ്ട്. അതെന്താണ്? ആ പൊന്നുമോൻ അതൊന്ന് കാണിച്ചു കൊടുക്കണം. അതൊരു ഖബറാണ്. ആരുടെ ഖബറാണ്? ഏതൊരു പെണ്ണും ഏതൊരു ഭാര്യയും ഭർത്താവിനോട് പറയാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന വാക്കെന്തായിരിക്കും? നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു സന്തോഷം നൽകട്ടെ. ഏതൊരു പെണ്ണിയും സ്ത്രീ ഭാര്യ ഭർത്താവിനോട് പറയാൻ ഏറ്റവും നല്ല താല്പര്യമുള്ള വാക്കെന്തായിരിക്കും? നമ്മൾ പറയും സാരി വാങ്ങിത്തരണം, അതൊക്കെ ലോക്കല്. സാരി വാങ്ങിത്തരണം, ചുരിദാർ വാങ്ങിത്തരണം, സ്വർണ്ണം, അതെല്ലാം സാധാരണ മനുഷ്യന്മാരുടെ ഇടയിലുള്ള അതല്ല. ഏറ്റവും അവർക്ക് സന്തോഷമുള്ള വാക്കെന്താ അറിയോ? നിങ്ങളൊരു ഉപ്പയാകുന്നു എന്ന വാക്ക് വിശേഷമുണ്ട്. നിങ്ങളൊരു ഉപ്പയാകുന്നു. നിങ്ങൾ നോക്കൊരു കുഞ്ഞിനെ എടുത്തിട്ട്, പെണ്ണുങ്ങള് ആണുങ്ങള് ആരായാലും കുട്ടിയെ എടുത്തിട്ട് പറയാണ് ഇത് നിന്നെപ്പോലെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആരോട്? ഭാര്യനോട്, അല്ലെങ്കിൽ ഈ കുട്ടിന്റെ ഉമ്മനോട്. കാര്യമായിട്ട് പറയണ്ടില്ല, കാരണം ഈ പെണ്ണുങ്ങളെ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചപ്പോ എല്ലാവരും അറിഞ്ഞതാണ്. പക്ഷെ എന്നാലും പറഞ്ഞ ആ കുട്ടി ഇന്നെ പോലെ തന്നെ ഉണ്ട് എന്നാൽ ഉമ്മാക്ക് നല്ല സന്തോഷാവും. സന്തോഷമില്ലാണ്ടിക്കോ? സന്തോഷാവും. എന്നാൽ നിങ്ങൾ നോക്ക്, നമ്മളെ പുത്തൂര് കബക്കയിലുള്ള നമ്മുടെ പെണ്ണുങ്ങളോട് ഒരു 5 വയസ്സുള്ള മോനെ നോക്കിയിട്ട് പറയാണ്, അല്ലെങ്കിൽ ചെറിയ കുട്ടിയെ നോക്കിയിട്ട് പറയാണ് കുട്ടിന്റെ ഉപ്പാനെ പോലെ തന്നെ ഉണ്ടെന്ന്. പെണ്ണുങ്ങളെ കൽവിൽ ലഡു പൊട്ടു. ഉപ്പാന്റെ അതേ മൂക്ക്, ഉപ്പാന്റെ അതേ ചെവി. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? പെണ്ണുങ്ങൾക്ക് ഭയങ്കര സന്തോഷം, ഡബിൾ സന്തോഷ. എന്തുകൊണ്ടെന്നറിയോ? നിന്നെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷാണ്. പക്ഷേ നിന്റെ ഭർത്താവിനെ പോലെ ഉണ്ട് എന്ന് പറയില്ല, നീ ഒരു നല്ല ഭാര്യയാണ് എന്നതും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളില്. നീ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവിന് മാത്രം വഴിപ്പെടുന്ന ഏറ്റവും സജ്ജത്തിയായ ഇഫ്ഫത്തുള്ള പെണ്ണാണ് എന്ന അർത്ഥം കൂടി ഉണ്ട് ആ വാക്കില്. അതുകൊണ്ട് തന്നെ എന്റെ ഉപ്പാന്റെ പോലെ, എന്റെ കുട്ടിന്റെ ഉപ്പാനെ പോലെ ഉണ്ട് മോന് എന്ന് പറയൽ ഉമ്മാക്ക്. നിന്റെ പോലെ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നമ്മളെ പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. ആമിന ബീബി കാത്തു നിന്നതും അതിനാണ്. ആമിന ബീബിയും അബ്ദുള്ളയും കല്യാണം കഴിഞ്ഞ് റളിയല്ലാഹു അൻഹുമാ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഷാമിലേക്ക്, അന്നത്തെ വേൾഡ് മാർക്കറ്റാണ് ഷാം, ആ ഷാമിലേക്ക് കച്ചവട സംഘത്തിന്റെ അമീറായി നിയുക്തനാകുന്നത് അബ്ദുള്ളയാണ്. പോകുമ്പോ തന്നെ ഭയങ്കര വിഷമമുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആമിന ബീവിയെ വിട്ടുപിരിയുന്ന സങ്കടമുണ്ട്, ആമിന ബീവിക്കുമുണ്ട്. ഏതായാലും പോകാൻ തീരുമാനിച്ചു പോയി. 1-2 മാസം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ അവര് തിരിച്ചു വരാറുള്ളത്. അപ്പോഴാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹക്ക് അതാ ഉള്ളിൽ നിന്ന് വിശേഷത്തിന്റെ വിളി വരുന്നത്. ആമിന ബീബി കാത്തു നിൽക്കുന്നത് ഭർത്താവ് വന്നാൽ നിങ്ങളൊരു ഉപ്പയാകുന്നു എന്ന സന്തോഷം പറയാനാണ്. കച്ചവട സംഘം തിരിച്ചു വന്നു. സാധാരണ കച്ചവട സംഘം തിരിച്ചു വരുമ്പോ മുട്ടും പാട്ടും ദഫും കൊട്ടെല്ലാം ഉണ്ടാകും. ഇപ്രാവശ്യം അതൊന്നും കാണാനില്ല.
എന്തോ ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിലാണ് അവർ വരുന്നത്. അബ്ദുൽ മുത്തലിബ് നിന്റെ വീട്ടിലേക്ക് നേരെ വരികയാണ്. വന്ന അതിൽ കൂട്ടത്തിലുള്ള നേതാക്കന്മാര് അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു, എന്താ പറ്റിയത്? അപ്പൊ പറയും, തിരിച്ചു വരുമ്പോ വഴിയിൽ അബ്ദുള്ളക്ക് ക്ഷീണം, അബ്ദുള്ളക്ക് പനി ബാധിച്ചു. യസ്രിബിൽ നിങ്ങൾ അമ്മാവന്മാരെ വീട്ടിൽ താമസിപ്പിച്ചിട്ടാണുള്ളത്. യാത്ര തുടരാൻ പറ്റുന്ന കണ്ടീഷനല്ല. സുബ്ഹാന ജല്ല ജലാലു. ആമിന ബീവിന്റെ മനസ്സ് പൊട്ടിപ്പോയി. അബ്ദുൽ മുത്തലിബിന് വലിയ സങ്കടമായി പോയി. അബൂ ത്വാലിബിനെ വിളിക്കാണ്. എന്നിട്ട് പറയുന്ന, അബൂ ത്വാലിബേ, എന്ത് സംവിധാനം ഉപയോഗിച്ചാലും അബ്ദുള്ളയെ കൊണ്ടുവരണം. നല്ല കാറല്ലുള്ള കാലല്ലല്ലോ, ഒട്ടക കട്ടില് സൗകര്യം ഒരുക്കാനല്ലേ പറ്റുള്ളൂ. അബൂ ത്വാലിബ് പോയി ദിവസങ്ങൾ എടുത്തു, തിരിച്ചു വന്നിട്ട് അബൂ ത്വാലിബ് പറയുന്നു, ഞാൻ യസ്രിബിലെത്തിയപ്പോൾ അങ്ങോട്ട് തന്നെ ദിവസങ്ങൾ സഞ്ചരിക്കണം. യസ്രിബിലെത്തിയപ്പോൾ അവസ്ഥ എന്താണ്? യസ്രിബുകാര് പറയുന്നു, ഇന്നലെ അബ്ദുള്ള മരിച്ചുപോയി, ഖബറടക്കം കഴിഞ്ഞുപോയി. ആമിന ബീവിന്റെ ഖൽബിൽ സങ്കടം എന്തൊരു പറയാനുണ്ടോ? ആ സങ്കടം ഉണ്ടായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ മകൻ 6 വയസ്സുള്ളപ്പോ ബാപ്പന്റെ ഖബറും കൂടി സിയാറത്ത് ചെയ്യിപ്പിക്കാനാണ് മോന്റെ കയ്യും പിടിച്ച് യസ്രിബിലേക്ക് സഞ്ചരിക്കുന്നത്. യസ്രിബിലേക്ക് പോകുമ്പോ അബ്ദുള്ളന്റെ അടിമയായിരുന്നു ഉമ്മു ഐമൻ. അത് മുത്തുനബിന്റെ സമ്പത്താണ്, ആമിന ബീവിന്റെ കയ്യിലാണ്. അവരും കൂടെ യാത്രയിലുണ്ട്. മദീനത്ത് യസ്രിബിലെത്തി കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നു. കുറച്ച് ദിവസം കുടുംബ വീട്ടിൽ താമസിക്കുന്നു. ഒരു ദിവസം ആമിന ബീവിയും മോനും കൂടി ഇങ്ങനെ 6 വയസ്സുള്ള പൊന്നുമോനല്ലേ, ഈ മോനെ നോക്കിയാൽ ആരും കണ്ണെടുക്കൂലെന്ന് പറഞ്ഞില്ലേ, ഈ മകനെയും കൂട്ടി മദീനയിൽ യസ്രിബിന്റെ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അതാ 2 ജൂതന്മാര് വരുന്നു. ജൂതന്മാരും ഈ കുട്ടിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാണ്. ആ കുട്ടിന്റെ മുതുകിന്റെ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാണ്. എന്നിട്ട് ഒരു ജൂതൻ മറ്റൊരാളോട് പറയാണ്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ. മനസ്സിലാക്കണം, ഈ ബിദ്അത്തുകാരെ പൊട്ടത്തരം. 40 വയസ്സാകുമ്പോ നബിയായത് അല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ 34 കൊല്ലം മുമ്പ് തങ്ങൾക്ക് 6 വയസ്സ് പ്രായം. ഒരു ജൂതൻ മറ്റൊരാളോട് പറയുന്ന, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ. ആമിന ബീബിന്റെ മുമ്പ് പറയാണ്, ഇത് ഈ ഉമ്മത്തിലെ നബിയാ. വഹാദിഹി ദാറു ഹിജ്റതിഹി. ഈ നാട്, ഈ നബി ഹിജ്റ വരുന്ന നാടാണ്. വസയകൂനു ബിഹാ മിനൽ ഖത്ലി വസ്സബി വഅംദിൻ അളീം. ഇവിടെ ഒരുപാട് കുഴപ്പമുണ്ടാകും, യുദ്ധം ഉണ്ടാകും, പ്രശ്നങ്ങളും സംഘട്ടനങ്ങളെല്ലാം ഉണ്ടാകും. ഇത് ഈ ജൂതന്മാര് പറയുന്നത് കേട്ടപ്പോ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തോ ഒരു പന്തി കേട് തോന്നി. അന്നേ ജൂതന്മാര് ഡേഞ്ചറാണ്. ഫഹദറു അലൈഹിൽ യഹൂദ്. അബൂ ത്വാലിബിനോട് ഒരു വേദപണ്ഡിതൻ പറഞ്ഞതാണ്, ജൂതന്മാരെ ശ്രദ്ധിക്കണേ. ഇന്നും ആ തമ്മാടിത്തം ലോകത്ത് നടക്കുകയാണ്. ഹിറ്റ്ലർ എന്ന് പറയുന്ന സ്വച്ഛാധിപതിയായ രാജാവ് എത്രയോ ആളുകൾ, എത്രയോ ഭരണാധികാരി, എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കായ ജൂതന്മാരെ കൊന്നു തള്ളി. ആ ജൂതന്മാരെ കൊന്നു തള്ളിയപ്പോൾ അയാള് മോശക്കാരനാണെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. എന്നാൽ ഹിറ്റ്ലർ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, ഞാനിതാ ഒരു 10% അല്ലെങ്കിൽ കുറഞ്ഞ ശതമാനം ജൂതന്മാരെ ഞാൻ വെറുതെ വിടുന്നു. അവരെ ഞാൻ കൊല്ലുന്നില്ല. കൊല്ലാതെ ജീവിക്കാൻ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയോ? പിൽക്കാലത്ത് ചരിത്രം പഠിക്കുന്ന ആളുകളും വിദ്യാർത്ഥികളും പിൽക്കാലത്തെ ജനങ്ങൾ എന്തിനാണ് ഞാൻ ജൂതന്മാരെ കൊന്നിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാകാനാണ്. എന്തിനാണ് ജൂതന്മാരെ ഞാൻ കൊന്നത് എന്നവർക്ക് തിരിച്ചറിയാനാണ് ഞാൻ ഒരല്പം ജൂതന്മാരെ വെറുതെ വിടുന്നത് എന്ന് ഹിറ്റ്ലർ പറഞ്ഞത് ചരിത്രത്തിലില്ലേ? സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ആ ജൂതന്മാർ ഇന്നും അവര് ഡേഞ്ചറാണ്. അള്ളാഹു വരെ പിടുത്തത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന് മോചനം നൽകട്ടെ. പെടഞ്ഞു വീണ് മരിക്കുന്ന ഔദ്യോഗിക കണക്കനുസരിച്ചിട്ട് 10,058 ആളുകൾ കൊല ചെയ്യപ്പെട്ടു പോയി. അതിലേറെയും ചെറിയ പൈതൽ മക്കളാ. അവര് വംശനാശത്തിന് കൊതിക്കുകയാ. അതിനുവേണ്ടിയാണ് അവർ അധ്വാനിക്കുന്നത്. അതിനുവേണ്ടിയാണ് ആശുപത്രികളിൽ ബോംബിടുന്നത്.
അതിനാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിടുന്നത്, അതിനാണ് ആംബുലൻസുകളിൽ ബോംബ് പതിക്കുന്നത്. ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹ് നീ സലാമത്ത് കൊടുക്കണേ റബ്ബേ. മഹദിയായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ മോനെയും കൂട്ടി പിന്നെ കൂടുതൽ അവിടെ നിന്നില്ല. യാത്ര പറഞ്ഞിട്ട് മക്കത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്ത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടിയിട്ട് മോനും മൊയ്മനെയും കൂട്ടിയിട്ട് മോനും ഉണ്ട് വരികയാണ് ആമിന ബീവി. വരുന്ന വഴിയിലാണ് ആമിനക്ക് എന്തോ ക്ഷീണം. തണുത്ത കാറ്റ്, ചൂടുകാറ്റ്, പൊടിക്കാറ്റ്, മരുഭൂമിൽ അതല്ലേ ഉണ്ടാകുള്ളൂ. അങ്ങനെ വന്നു അബവാഹിന്റെ അടുത്തെത്തിയപ്പോ ആമിന ബീവിക്ക് തീരെ വയ്യ. ആമിന ബീവി കിടന്നുപോയി. കയ്യിലുള്ള മരുന്നൊക്കെ ഫലിക്കുമെന്ന് നോക്കിയില്ല, ഫലിക്കുന്നില്ല. ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ക്ഷീണമേറി വന്നു. 6 വയസ്സുള്ള പൊന്നു പൈതല്, ഉമ്മാന്റെ കോന്തല് പിടിച്ച് കരയാൻ മാത്രം പ്രായമുള്ള പൊന്നുമോൻ ഉമ്മാന്റെ മാറിടത്തോട് തല വെച്ചിട്ട് കരയാണ്. കിടക്കുന്ന ഉമ്മന്റെ മാറിടത്തോട് തലചായ്ച്ച് വെച്ച് കിടന്ന് കരയുമ്പോൾ ആ പൊന്നുമോന്റെ കവളത്തുമ്മ വെച്ച് കരയുന്ന കണ്ണീർ കണങ്ങൾ ക്ഷീണിച്ച കൈകൊണ്ട് തുടച്ചു കൊടുത്ത് ആമിന ബീവി റളിയല്ലാഹു അൻഹ മോനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്, മോനെ ഇൻ സ്വഹ മാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി തുബ്അസു ഫിൽ ഹില്ലി വഫിൽ ഹറാമി تبعث في التحقيق والإسلام ديني أبيك البر إبراهيم فالله أنهاك عن الأصنام ألا تواليها مع الأقوام. മരണക്കിടത്തത്തിൽ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നിളം കൈതലാകുന്ന 6 വയസ്സുള്ള പൊന്നുമോനോട് ആ മോന്റെ കവിളത്തിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്ത് പൊന്നുമോനോട് വിലാപ കാവ്യമാണ് ഉമ്മ യാത്ര പറയുകയാണ്. ഉമ്മ പറയുന്നു, മോനെ മോൻ കരയണ്ട, ഉമ്മ മരിച്ചാലും മോൻ സങ്കടപ്പെടണ്ട. നീ പള്ളയിലുള്ള സമയത്ത് ഞാൻ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ കണ്ടത് എന്നറിയോ? എന്തൊക്കെ സ്വപ്നങ്ങളാണ് പൊന്നുമ്മ കണ്ടത്? പൊന്നുമോൻ അറിയുമോ? സുബ്ഹാനല്ലാഹ്, ബാപ്പ മരിച്ചു എന്ന ഒരു സങ്കടം മാത്രമേ ആമിന ബീവിക്ക് ഉണ്ടായുള്ളൂ, ഭർത്താവ് മരിച്ച സങ്കടം. അതിനുശേഷം പ്രസവം വരെ പ്രസവ വേദന പോലും ആമിന ബീവി അനുഭവിച്ചിട്ടില്ലെന്നല്ലേ ആമിന ബീവി തന്നെ പറഞ്ഞത്. ആമിന ബീവി മോനോട് പറഞ്ഞു, മോനെ എന്തൊക്കെ സ്വപ്നങ്ങളാണ്? ആദം നബി അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ കലീമുല്ലാഹി മൂസാ, എത്ര ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കളല്ലാത്തവരുമായി എത്ര മഹത്വമുള്ളവരൊക്കെയാണ് സ്വപ്നത്തിൽ വരുന്നത്. അവര് സ്വയം പരിചയപ്പെടുത്താണ്. അവര് പറയുന്ന, ആമിന നീ സങ്കടപ്പെടണ്ട, നിന്റെ പള്ളയിൽ നിന്റെ പള്ളയെന്ന് ജനിക്കാൻ പോകുന്ന മോൻ റഹ്മത്തുൽ ലിൽ ആലമീനായ പൊന്നുമോനാ. ഇത് ലോകത്ത് സമാധാനം നൽകേണ്ട പൊന്നുമോനാണ്, റഹ്മത്തുൽ ലിൽ ആലമീനായ മോനാണ്. നിന്റെ പള്ളയിൽ വളരുന്ന മോൻ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആഖിറുൻ നബിയായ മോനാ, ഹിദായത്തിന്റെ വെളിച്ചം നൽകുന്ന മോനാ. അതുകൊണ്ട് ഈ സൂര്യപ്രകാശത്തെ നീ പ്രസവിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ,
മുഹമ്മദ് എന്ന് പേരിട്ടു. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹക്ക് സുവിശേഷം അറിയിക്കപ്പെട്ടത് എത്രയെത്ര തവണകളിലാണ്, എത്രയെത്ര രാത്രികളിലാണ്. ആമിന ബീബി മോനോട് പറയുന്നു, മോൻ കരയണ്ട, മോൻ സങ്കടപ്പെടണ്ട, ഉമ്മ മരിച്ചാലും മോൻ ദുഃഖിക്കണ്ട. കാരണം ഉമ്മ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് മോനെ. ആ കണ്ട സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാണെങ്കിൽ ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി, നീ ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മോനെ, നീ ഹറാമും ഹലാലും പഠിപ്പിക്കേണ്ട മോനാണ്, മോൻ കരയണ്ട. മോനെ, നീ ദീനും ഇസ്ലാമും സത്യമൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെടുന്ന നബിയാണ്. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, മോൻ കരയണ്ട. മോനെ, നിന്റെ ബാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീന് പ്രചരിപ്പിക്കേണ്ട മോനാണ് എന്റെ പൊന്നുമോൻ. മോനെ, ഒരുപാട് വിഗ്രഹാരാധനയും വിഗ്രഹങ്ങളും ഒരുപാട് സംഗതികൾ പലതും ഒക്കെ ഉണ്ടാകും. എന്നൊക്കെ വിട്ടുനിൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട പൊന്നുമോനാണ്, മോൻ കരണ്ടോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പിന്നെ കണ്ണു തുറന്നില്ല. ഉമ്മ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങിയില്ല. ഉമ്മുവൈമന്റെ കൂടെ 6 വയസ്സുള്ള ആ പാവപ്പെട്ട പൈതല് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉമ്മാന്റെ മയ്യിത്ത് മരുഭൂമിയിൽ അബവായിൽ ഖബറടക്കുന്ന 6 വയസ്സുകാരനെ നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ടോ? ഉമ്മുവൈമന്റെ കയ്യും പിടിച്ചിട്ട് മക്കയിലേക്ക് അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പാപ്പയുടെ വീട്ടിലേക്ക്, അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ഈ പൊന്നുമോൻ ഉമ്മുവൈമന്റെ കയ്യും പിടിച്ചു വരുമ്പോ 138 വയസ്സ് പ്രായമുണ്ട് അബ്ദുൽ മുത്തലിബിന്. 138 വയസ്സ് പ്രായം. സുബ്ഹാനല്ലാഹ്. മോഹനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു അബ്ദുൽ മുത്തലിബ്. പക്ഷേ തന്റെ കരച്ചില് മകൻ കാണാതെ ശ്രദ്ധിച്ചു. മകനെ കരയിച്ചില്ല, മോനെ കരയാൻ സമ്മതിച്ചില്ല അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഒരു ഡൗട്ട് ഉണ്ടോ? അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു കടുപ്പുള്ള ഈമാനാണ് അബ്ദുൽ മുത്തലിബിന്. അല്ലാഹ്, അബ്ദുൽ മുത്തലിബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നു പോലെ നോക്കി. ഊണിലും ഉറക്കിലും അബ്ദുൽ മുത്തലിബ് മുത്തുനബിയെ കൂട്ടി. ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് സ്വന്തം ഭക്ഷണം. 138 വയസ്സുള്ള ഉപ്പയാണ്. ആ ഉപ്പാപ്പ മോനെ പൊന്നുപോലെ നോക്കി. എവിടെ പോകുമ്പോഴും മോനെ കൂട്ടും. ഉറങ്ങുമ്പോ മകനെ കൂട്ട തന്നെ കട്ടിലിന്റെ മേലെ. അതിനേക്കാളും വലിയ അത്ഭുതം, മക്കയിലെ രാജാവിനെ പോലെ ഭരിക്കുന്ന ബഹുമാനിക്കുന്ന ആളാണ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു. ആ അബ്ദുൽ മുത്തലിബ് മാത്രം ഇരിക്കണ ഒരു വിരിപ്പുണ്ട് കാബന്റെ അടുക്കൽ. അവിടെ വേറെ ആരും ഇരിക്കൂല. ഇവിടെ 2 കസേരയുണ്ട്, വലിയ കസേര. അത് ഫസ്റ്റ് കയറി വരുമ്പോ അത് വേദ പറയാൻ വന്ന ഉസ്താദിനും ഖത്തീബ് ഉസ്താദിനാണ്. ഇപ്പൊ എല്ലാ ഉസ്താദ്മാർക്കുമാണ്. ഞാൻ എന്നെ കുറിച്ച് പറയാൻ വേണ്ടി 2 ഉള്ളതുകൊണ്ട് ഞാൻ സാധാരണ സൂചിപ്പിക്കണ പോലെ സൂചിപ്പിച്ചാണ്. ഒരു കസേര ഉണ്ടെന്ന് കൂട്ടാം നമുക്ക്. ഇന്നൊരു തങ്ങള് വരാനുണ്ടെന്നും കൂട്ടാ ദ്വാരക്കാൻ വേണ്ടിട്ട്. അല്ലെ, നാളെ കുമ്പോൾ തങ്ങളല്ലേ വരുന്നത്. അള്ളാഹു തആല തങ്ങന്മാർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ തങ്ങൾക്ക് ഒരു കസേര ഇട്ട് കൊടുത്താൽ ആ കസേരയിൽ പിന്നെ വേദ പറയാൻ വേണം, മൊയിലാതിരിക്കാൻ പാടില്ല. അത് ആ തങ്ങൾക്കാണെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അങ്ങനത്തെ കസേര ഇരിക്കേണ്ട ആളാണ് എന്ന് ഈ വരുന്ന മൊയിലാർക്ക് തോന്നി എല്ലാം തീർന്നു. അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. ആ കസേര അല്ല ഞാൻ ഇരിക്കേണ്ടത്, ഈ കസേരന്റെ മോളാണെന്ന് ബന്നോന് തോന്നിയാ പിന്നെ എല്ലാം തീർന്നു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പിന്നെ അങ്ങനെ തോന്നാതെ മടക്കിയിരിക്കാതിരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് കൊണ്ടുവന്ന സംഘാടകരും ഇത് കൊടുത്തയച്ച വീട്ടുകാരും അവരൊരുപാട് പ്രതീക്ഷയിൽ അത് കൊടുത്തേക്കാം. അപ്പൊ വന്ന ഉസ്താദ് ഞാൻ ഒരു സംഭവമാണെന്ന് ജനങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരിക്കാണ്ട് വേറൊരു കസേര എടുത്ത് ഇരുന്നാല് അയാളെ മനസ്സിന് ഭയങ്കര സങ്കടം ഉണ്ടാവും. ഇദ്ഖാലു സുറൂർ ഫി ഖൽബിൽ മുഅ്മിനി ഖൈറുൽ അമലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മുഅ്മിനീങ്ങളെ കൽബിൽ സങ്കടം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിന്റെ മുകളിൽ ഇരിക്കുന്നത്. അങ്ങനെയാണ് തവാദു എന്ന് പറഞ്ഞാൽ. ഇരിക്കേണ്ടടുത്ത് ഇരുന്നിട്ട് ഞാനിവിടെ ഇരിക്കണ്ടെന്നല്ല എന്ന് ആലോചിക്കലാണ് തവാദു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരൊക്കെ അതിന് അർഹതപ്പെട്ടവരാണ്. അള്ളാഹു ബർക്കത്താക്കട്ടെ. വാളു പറയണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വാളു പറയേണ്ട ആളല്ല എന്ന് നമ്മളെ കൽബിൽ തോന്നിയിട്ട് വാളു പറയണം. ഞാൻ ഭയങ്കര വാളു പറയുന്ന ആളാണ്, നിങ്ങളൊക്കെ തായിരിക്കേണ്ട ആളാണെന്ന് തോന്നിയാല് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അബ്ദുൽ മുത്തലിബ് ഇരിക്കണ ഒരു വിരിപ്പുണ്ട് കാബന്റെ അടുക്കല്. അവിടെ വേറെ ആരും ചവിട്ടൂല. അക്കാബിർ ഖുറൈശികളെ വലിയ വലിയ VVIP കളുണ്ട്. അവരാരും ആ വിരിപ്പിൽ ചവിട്ടൂല. അത് അബ്ദുൽ മുത്തലിബിനോടുള്ള
അബ്ദുൽ മുത്തലിബിന് 19 മക്കളാണ്. 13 ആൺമക്കളും 6 പെൺമക്കളും. മൂത്ത മകൻ ഹാരിസ്, ഇളയ മകൻ ഹംസത്തുൽ കറാർ. ആ 13 ആൺമക്കളുടെ മക്കളും അവരും പെൺകുട്ടികളെ മക്കളടക്കം വലിയൊരു കുടുംബത്തിന്റെ ഉപ്പാപ്പയാണ് ഈ 138 വയസ്സുള്ള അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലെ ഒരൊറ്റ കുഞ്ഞും ഇന്ന് വരെ ഈ വിരിപ്പിൽ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഇരിക്കാറില്ല. മക്കത്തെ എത്ര വലിയ പണക്കാരനാണെങ്കിലും അബ്ദുൽ മുത്തലിബിനെ ബഹുമാനിച്ചുകൊണ്ട് അവരാ വിരിപ്പിൽ ചവിട്ടാറില്ല. കേൾക്കണോ? 6 വയസ്സ് 7 വയസ്സുള്ള ഈ പൊന്നുമോനെ കൂട്ടി അബ്ദുൽ മുത്തലിബ് വരുമ്പോ കാബന്റെ അടുത്തേക്കും കൂട്ടാണ്. എന്നിട്ട് തന്റെ ചാരത്ത് തന്നെ ഇതേ വിരിപ്പിലിരുത്തുമ്പോൾ ഖുറൈശികളെ നേതാക്കന്മാര് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറയുന്ന, അബ്ദുൽ മുത്തലിബേ, ഇതൊരു ശരിയായ പരിപാടിയല്ലല്ലോ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? മക്കളുണ്ട്. ഞങ്ങൾക്കും ഇതുപോലെ മക്കളുണ്ട്, ഞങ്ങളുമുണ്ട്. പക്ഷെ ഞങ്ങളാരും നിങ്ങളെ ബഹുമാനിച്ചിട്ടല്ലേ ഈ വിരിപ്പിലിരിക്കാത്തത്. പിന്നെ നിങ്ങൾ എന്തേ ഈ 6 വയസ്സുള്ള മോനെ കൊണ്ടുവന്നിരുത്തുന്നത്? ഇതൊരു ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് തടയാൻ നോക്കുമ്പോ അബ്ദുൽ മുത്തലിബിന്റെ വാക്ക് കേൾക്കണോ? ഈ മോന്റെ കാര്യം നിങ്ങൾ വിടൂ, ഇതൊരു അത്ഭുതമുള്ള മോനാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയണെങ്കിൽ എന്താ പറയേണ്ടത്? ഉപ്പയും ഉമ്മയില്ലാത്തൊരു കുഞ്ഞല്ലേ, അതുകൊണ്ട് ഉപ്പാപ്പയെ ഞാൻ കൂട്ടിയിരുന്നതാണ് ആ സങ്കടം ഉണ്ടാക്കാൻ വേണ്ടി പറയേണ്ടത്. സിംബദന്തി പിടിക്കാൻ അങ്ങനല്ലേ പറയേണ്ടത്? ജനങ്ങളെ വിഷമം ചൂടൊക്കെ ഒന്ന് തണുപ്പിക്കാൻ, ജനങ്ങളെ മനസ്സൊന്ന് തണുപ്പിക്കാൻ അങ്ങനല്ലേ പറയേണ്ടത്? നിങ്ങൾ പ്രശ്നമാക്കല്ലപ്പാ, നിങ്ങൾ പ്രശ്നമാക്കല്ല, ഇത് ഉമ്മയും പാപ്പയൊന്നും ഇല്ലാത്ത മോനല്ലേ എന്നല്ലേ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു അത്ഭുതമുള്ള മോനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. കവറ് നാളത്തേക്കല്ലേ? ഇന്ന് കവറ് തരുന്നുണ്ട്. നല്ല പൈസ ഇട്ടിട്ട് നാളെ കൊടുത്തേക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പൈസ കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിട്ട് നിങ്ങൾ നോക്കണ്ട, എന്നെ തുടങ്ങിക്കൊടുത്തതാണ്. നിങ്ങളെല്ലാരും നല്ല പൈസ ഇടണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആണുങ്ങളല്ല മോനെ, പെണ്ണുങ്ങളല്ലേ? അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഒരു ആഫിയത്ത് പോരാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുമ്പോ അബ്ദുൽ മുത്തലിബ് പറഞ്ഞെന്താ? ഒരു അത്ഭുതമുള്ള മോനാണ് അങ്ങനെ പറഞ്ഞു. ഇതൊരു അത്ഭുത സംഭവം, ഭയങ്കര സംഭവമാണിത്. അല്ലാണ്ട് എന്റെ മോന്റെ ഉപ്പ ഉമ്മാലും മരിച്ച് സങ്കടത്തിലാണ് ആ കുഞ്ഞിനെ ഞാനായിപ്പോ പോറ്റണത്, അതുകൊണ്ട് കരണ്ടാന്ന് വെച്ച് കൂട്ടിക്കൊണ്ടെന്നല്ല. അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2 കൊല്ലമാണ് മുത്തുനബി അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ഉണ്ടായത്. 140ാമത്തെ വയസ്സ് അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് 8 വയസ്സ്. അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുന്നു. സുബ്ഹാനല്ലാഹ്. ഫഹുസ്ന ലിദാലിക വബകാ ഖൽഫ സരീരിഹി. തങ്ങളെ മനസ്സ് നൊന്തുപോയി. പാപ്പ കിടക്കുന്ന കട്ടിലിന്റെ കാല് പിടിച്ചിട്ട് ഹബീബായ തങ്ങള് വിതുമ്പി വിതുമ്പി കരയുമ്പോൾ തോളത്ത് വന്ന് പിടിക്കുന്ന മൂത്താപ്പ അബൂ ത്വാലിബ്, മോൻ കരയണ്ട, മൂത്താപ്പയില്ലേ, മോൻ കരയണ്ട, മൂത്താപ്പ നോക്കിക്കോളും. മരിക്കുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബ് വിളിച്ചിരുന്നു അബൂ ത്വാലിബിനെ. അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ മരിക്കാണ്, മോനെ പൊന്നുപോലെ നോക്കണം. അബൂ ത്വാലിബ് അബ്ദുള്ളയുടെയും അബൂ ത്വാലിബിന്റെയും ഉമ്മ ഒന്നാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു ഭാര്യന്റെ 2 മക്കളാണ് അബൂ ത്വാലിബ്, അബ്ദുള്ള. അപ്പൊ നേരെ ജേഷ്ഠാനുജന്മാരായത് കൊണ്ട് കരുണ കുറച്ച് കൂടുമല്ലോ എന്ന് മാത്രല്ല, നല്ല മനസ്സാണ് അബൂ ത്വാലിബിന്റെ മനസ്സ്. പണം കൂടുതലുള്ളത് അബൂ ലഹബിനാണ്, പക്ഷെ കടുപ്പുള്ള മനസ്സാണ്. അതുകൊണ്ടാണല്ലോ ഖുർആൻ ശപിച്ചിട്ട് ആയത്തിറങ്ങിയത്. അബൂ ത്വാലിബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് മരിച്ചപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആ വീട്ടിൽ അവസ്ഥ എന്താ
എന്താണെന്നറിയോ? അബൂ ത്വാലിബിന് ധാരാളം മക്കളുണ്ട്. സുബ്ഹാനല്ലാഹ്, പട്ടിണിയാണ്, അധികവും പട്ടിണിയാണ്. പക്ഷെ നല്ല വിശാല മനസ്സുണ്ട്. അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് മുത്തുനബിയും കൂടെ കൂടുകയാണ്. തനിയെ നടക്കാൻ കഴിയാത്ത ആളെ തോളത്തൊരു ചാക്ക് കെട്ടി വെച്ചു കൊടുത്തതുപോലെ സ്വന്തത്തിൽ തന്നെ ജീവിക്കാൻ പ്രയാസമാണ് അബൂ ത്വാലിബിന്. കൂട്ടത്തിലാണ് മുത്തുനബിയും കയറി പോകുന്നത്. ഇല്ല, അബൂ ത്വാലിബ് 2 കണ്ണുകൊണ്ട് കണ്ടില്ല എന്നു മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേശവിൽ വിരിച്ചാൽ, വിരിപ്പിലങ്ങ് ഭക്ഷണം വിരിച്ചാൽ എല്ലാവരും വന്നിട്ടിരുന്നാൽ അബൂ ത്വാലിബ് ചെയ്യുന്ന പണി എന്താണ്? ആദ്യം അല്ലാഹുവിന്റെ റസൂലാകുന്ന 8 വയസ്സുകാരന് പൊന്നുമോൻ ആദ്യം തന്നെ ഭക്ഷണം കൊടുത്തിട്ട് പറയും, മോൻ കഴിക്കൂ. അല്ലാഹുവിന്റെ റസൂലിന് ആദ്യം ഭക്ഷണം കൊടുക്കും. അബൂ ത്വാലിബ് ശ്രദ്ധിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ മോൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ്, അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നു. അബൂ ത്വാലിബിന് വലിയ അത്ഭുതമാകുന്നു. അബ്ബാസ് തങ്ങളുടെ അനുജനാണ്. അബ്ബാസിനോട് അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബ് പറയുന്നുണ്ട്, അബ്ബാസേ, ഈ മോഹൻ വലിയ അത്ഭുതമുള്ള മോൻ തന്നെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്. എന്തൊരത്ഭുതമാ! നമുക്കിതൊരത്ഭുതമായി തോന്നാത്തത് നമ്മൾ പണ്ടേ ബിസ്മി ചൊല്ലി ശീലിച്ചത് കൊണ്ടാണ്, മക്കളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നത് കൊണ്ടാണ്. അബൂ ത്വാലിബിന് അത്ഭുതമായി തോന്നിയത് എന്താണ്? അങ്ങനൊരു പതിവ് മക്കയിലില്ല. അള്ളാന്റെ പേരിൽ ഭക്ഷണം തുടങ്ങുന്ന പരിപാടിയില്ല. ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് പറയുന്ന പരിപാടിയുമില്ല. പിന്നെ 8 വയസ്സുള്ള പൊന്നുമോന് ബിസ്മി ചൊല്ലി തുടങ്ങണമെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹു. അതുകൊണ്ട് തന്നെ അബൂ ത്വാലിബ് മോനോട് പറയാണ്, മോനെ, ഇന്നകല മുബാറക്. ഇടക്കിടക്ക് പറയും, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പറയും, മോനെ, ഈ ഒരു ബർക്കത്തുള്ള മോനാണ് കേട്ടോ, ഈ ഒരു ബർക്കത്തുള്ള മോനാണ്. തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കും, ഈ പട്ടിണിയുള്ള വീട്ടിലേക്ക് ഒരാളും കൂടി കടന്നു വരുന്നു. ആ മോനോട് ആ വീട്ടുകാരൻ പറഞ്ഞു, നമ്മളെ മക്കളെ അല്ലാഹു യതീമാക്കാതിരിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. മറ്റൊരാളുടെ മുമ്പിൽ നമ്മളും നമ്മുടെ മക്കളും ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന ഒരവസ്ഥ അല്ലാഹു വരുത്താതിരിക്കട്ടെ. പണം ഉള്ളത് കൊണ്ട് കാര്യായില്ലേ, വീടുള്ളത് കൊണ്ട് കാര്യായില്ലേ? ഉസ്താദേ, 4 തലമുറക്ക് തിന്നാൻ അതൊന്നും പറയണ്ട കേട്ടോ. വെള്ളം ഒരൊറ്റ മല ഇടിഞ്ഞാ മതി, എല്ലാം തീർന്നുപോയി. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ ഒരു വലിയ പ്രളയം വന്നു 2 വർഷം മുമ്പ്. കർണാടകയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. തെക്കൻ കേരളത്തിലൊക്കെ വലിയ പ്രളയം വന്നു. ഭയങ്കര, നാട് മുഴുവനും വെള്ളത്തിന്റെ അടിയിൽ, ടൗണ് മുഴുവനും വെള്ളത്തിന്റെ അടിയിൽ. സംഘടന അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി പോയ ഒരു സുഹൃത്ത്, വലിയ വീട്, 2-3 നട്ടുള്ള വീട്, ആ വീട്ടിന്റെ എല്ലാ ഭാഗവും ഇടിഞ്ഞ് അങ്ങനെ ഭൂമിന്റെ അടിയിലേക്ക് പോയി. ഫുള്ള് ഭൂമിന്റെ അടിയിലേക്ക് താണുപോയി. ഒന്നും കാണാനില്ല. ഒരു 2 ചുമരുണ്ട് ബാക്കി. വീട്ടിന്റെ ചുമരല്ല, ഗേറ്റിന്റെ, നമ്മളെന്താ പറയാ, കിടങ്ങെന്ന് പറയില്ലേ, ചുറ്റുമതിൽ, കമ്പൗണ്ട്. ഈ കമ്പൗണ്ടിന്റെ 2 ഭാഗം ബാക്കിയുണ്ട്. അതിൽ ഒരു ഭാഗത്ത് ഗേറ്റിന്റെ അടുത്ത് എഴുതിയിട്ടുണ്ട്, യാചകന്മാർക്ക് പ്രവേശനമില്ല. പിരിവാറ് കയറണ്ട, മൂപ്പരിപ്പ് പുറത്തുള്ളത്. മനസ്സിലായോ? വീട്ടുകാരന്റെ വീടെല്ലാം പോയി. അയാൾ അഭയാർത്ഥി ക്യാമ്പിലുണ്ട്. അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കുന്നുണ്ട്. കണ്ണ് നിറയണം, കൽബ് കത്തണം. അള്ളാഹിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് കാവലെപ്പോഴും ചോദിക്കണം. അള്ളാഹു നമുക്ക് കാവല് നൽകട്ടെ. അപ്പൊ എനിക്ക് നല്ലോണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും അമീൻ പറയാണ്ടിരിക്കണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു യതീമാക്കാതിരിക്കട്ടെ. ഭക്ഷണത്തിന് നമ്മുടെ മക്കള് മറ്റുള്ളവരുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ അള്ളാഹു വരുത്താതിരിക്കട്ടെ. വിശപ്പ് അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അബൂ ത്വാലിബ് പൊന്നുമോനോട് പറയേണ്ടി വരുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. മോനെ, ഞാൻ തന്നെ പട്ടിണിയിലാണ്, വിഷമത്തിലാണ്, നീയും കൂടെ വന്നു പോയല്ലോ എന്നല്ലേ പറയേണ്ടത്? ഇല്ല,
മുത്തുനബി അല്ലാഹ് അങ്ങനെ പരീക്ഷിക്കൂല, പരീക്ഷിച്ചിട്ടില്ല. തങ്ങളെ മുഖത്ത് നോക്കി തങ്ങളെ അയവാക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണവും അല്ലാഹ് കൊടുത്തിട്ടേ ഇല്ല. ഈ സങ്കടങ്ങൾക്കിടയിലെല്ലാം അബൂ ത്വാലിബ് മോനെ ആശ്വസിപ്പിച്ച് ഭക്ഷണം കഴിക്കും പറയുന്നു, നല്ലോണം വിളമ്പിക്കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, മോൻ കഴിച്ചോളൂ, ഇന്നകല മുബാറക്, ഒരു ബറക്കത്തുള്ള മോനാ. ഉമ്മു ഐമൻ അടക്കം പിന്നീട് പറയുന്നുണ്ട്, അബൂ ത്വാലിബിന്റെ വീട്ടില് തങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ആ സദസ്സിൽ എല്ലാവരുടെയും വയറ് നിറയുന്നു, ഭക്ഷണം തികയുന്നു. അൽഹംദുലില്ലാഹ്. ഇത്ര ബറക്കത്തുള്ള മുത്തുനബി, മുത്തുനബി ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വന്തമായിട്ട് അല്ലാഹു തആല നമുക്ക് തന്നതല്ലേ, നമ്മുടെ സ്വന്തമല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകാല ഉമ്മത്തിന് വലിയ ആഗ്രഹമായിരുന്നു ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, തങ്ങൾ അനുയായികളായിരുന്നെങ്കിൽ. ഇല്ല. ഫഖർനാ ബിജാഹിൽ മുസ്തഫ കുല്ല ഉമ്മത്തിൻ അലൈഹിം ലനാ ജാഹുൻ വമജ്ദും മുളഅഫൂ. നമ്മളെ ക്രെഡിറ്റ് എല്ലാം മുത്തുനബിയാണ്, നമ്മളെ പവർ എല്ലാം മുത്തുനബിയാണ്. നീ ആരടാന്ന് ചോദിച്ചാ ഞാൻ അള്ളാന്റെ റസൂലിന്റെ ആളാ. മഹ്ശറിൽ ഒരുപാട് ഘട്ടങ്ങളിൽ പല ഹദീസുകളിലുമുണ്ട്, ജനങ്ങളോട് ചോദിക്കും പാറാവുകാര് മലക്കുകള്, നിങ്ങളാരാണ്, നിങ്ങളാരാണ്? അഭിമാനത്തോടെ മറുപടി, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലും ബഹുമാനം തന്നെ, ആഖിറത്തിലും ബഹുമാനം തന്നെ. സുഫൈന റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു, ഒരു സിംഹം മുമ്പിലേക്ക് ചാടുന്നു. സിംഹത്തിന്റെ മുമ്പിൽ മനുഷ്യൻ പെട്ടാ പിന്നെ അവസ്ഥ പറയാനുണ്ടോ? നല്ല ഖർ എന്ന ശബ്ദത്തിൽ അട്ടഹസിച്ച് ചാടിയപ്പോ സുഫൈന റളിയല്ലാഹു അൻഹു ഒന്നും ആലോചിച്ചില്ല, ഒരു വാക്കാണ് പറഞ്ഞത്, ഇത്തഖി അന മൗലാ റസൂലില്ലാഹ്. സൂക്ഷിച്ചോ സിംഹമേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. ഇത്തഖി അന മൗലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ആളാണ്. ഇത്രമാത്രം പവറുള്ള ഒരു നേതാവ്, ഇത്രമാത്രം ഇസ്സത്തുള്ള ഒരു നേതാവ്, ഇത്രമാത്രം അർശിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവ്, ഇത്രമാത്രം മഹ്ശറയിലും വലിയ തുടിപ്പുള്ള പവറുള്ള ഇസ്സത്തുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട്, എന്നെ കേൾക്കുന്ന എന്റെ അനുജത്തിമാരോട്, എന്റെ പെങ്ങളോട്, എന്തേ പെങ്ങളെ കൽബിലൊന്ന് കുടിയിരുത്തിക്കൂടാ? മറ്റ് സ്നേഹങ്ങളും പ്രേമങ്ങളും ചാബല്യങ്ങളും ഫോണും കമ്പ്യൂട്ടറും തോന്നിവാസങ്ങളും നിന്റെ എത്രേ ഹറാമുകളായ ബന്ധങ്ങളും സ്നേഹങ്ങളൊക്കെ ഒന്നൊഴിവാക്കിയിട്ട് കൽബിലൊരൽപ്പസമയം തങ്ങളെ കയറ്റുമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിന്റെ കൽബ് നന്നാകാൻ അത് മതി കേട്ടോ. നമ്മുടെ കൽബിൽ തങ്ങളെ ഒന്ന് കയറ്റി വെക്കൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ മനസ്സ് സ്ഫുടം ചെയ്യാൻ മുത്തുനബി ധാരാളമാണ്. ഞാൻ ആദ്യം ചൊല്ല ബൈത്തിന്റെ അർത്ഥവും കൂടിയാണത്. ഇന്ന ബൈതൻ അൻത സാകിനുഹു, തങ്ങൾ കുടിയിരിക്കുന്ന കൽബ്, തങ്ങൾ താമസിക്കുന്ന ഹൃദയം, അതിന് വേറെ വെളിച്ചം വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങള്? കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങള്? എന്ത് ടെൻഷനും ദുനിയാവിന്റെ ആഖിറത്തിന്റെ ടെൻഷനുണ്ടോ? വമരീളൻ തസായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫർജി. നിങ്ങൾ രോഗിയാണോ? തങ്ങളെത്തിയാൽ രോഗം പോയി. ഫഅസാലതു ബിലംസിഹാ കുല്ലദാഇൻ അക്ബറതുഹു അതിബത്തും വഇസാഉ. ഡോക്ടർമാരും രോഗികളുമെല്ലാം ഭയങ്കര രോഗമാണെന്ന് പേര് പോലും രോഗികൾ കേൾക്കണ്ട, അറിയണ്ട. അങ്ങനെ പേടിക്കുന്ന രോഗങ്ങളില്ലേ? എത്ര രോഗങ്ങളാണ് നബുവത്തിന്റെ കരം കൊണ്ട് മാറിപ്പോയത്. മുഹമ്മദുർ റസൂലുള്ളാഹ്
ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇന്നത്തെ വാൽ എവിടെയാണെന്ന് അറിഞ്ഞപ്പോ ഈ പരിസരത്തുള്ള ഒരു സഹോദരൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ചിട്ട് വളരെ പ്രയാസകരമായ അവസ്ഥയിലുണ്ട്. ഇന്നത്തെ മജ്ലിസിൽ ദുആ ചെയ്യണം. ഓൺലൈനിൽ അവർ മജ്ലിസ് കാണുന്നുണ്ടാകും. റബ്ബേ ബിമദ്ഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സംസാരിച്ചതല്ലാ നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹല്ലേ അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ ഹഖ് കൊണ്ട് നീ ശിഫ നൽകണേ റബ്ബേ. എന്റെ നാട്ടിലുള്ള ഒരു സഹോദരൻ നൗഷാദ് എന്ന അദ്ദേഹത്തിന്റെ പേര്, തിരുവനന്തപുരം RCCയിൽ അതാ തൊണ്ടക്ക് പ്രയാസകരമായ അവസ്ഥയിൽ ചികിത്സയിലുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. മഹൂഫായ രോഗങ്ങളൊന്നും സ്ഥിരീകരിക്കാതെ കാമിലായ ശിഫയും സലാമത്തും നൽകണേ റബ്ബേ. ഞങ്ങൾക്കെല്ലാവർക്കും ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് സലാമത്ത് നൽകണേ റബ്ബേ. സുഹൃത്തുക്കളെ, വീട്ടിലേക്ക് തങ്ങളെ ക്ഷണിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ സ്നേഹിക്കുക. തിരിച്ചു കിട്ടുന്ന സ്നേഹം, തിരിച്ചു കിട്ടണ സ്നേഹം, ആ സ്നേഹം സ്നേഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്നേഹമെന്ന് പറയുന്നത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. സ്നേഹം എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കലാണ്. സുന്നത്ത് നിസ്കാരം സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സുന്നത്ത് നിസ്കാരം സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത്രമാത്രമേ ഉള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാ അല്ല. സ്നേഹം ഇത്തിബാ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അനുസരിക്കുക എന്നുള്ളത് സ്നേഹമല്ല, സ്നേഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാ കൽബിൽ സ്നേഹമുണ്ടായാലോ, സ്നേഹം ഉണ്ടായാൽ ആ അനുസരണക്കൊരു മാധുര്യമുണ്ടാകും. ഇഷ്ക് കൽബിൽ വന്നാൽ, മഹബത്ത് കൽബിൽ കയറിയാൽ പിന്നെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒരു ലദ്ദത്തുണ്ടാകും. സ്വലാത്ത് ചൊല്ലുമ്പോൾ ടൈം നോക്കൂല, സലാത്ത് ചെല്ലുമ്പോ മണി നോക്കൂല, സമയം നോക്കൂല, പ്രയാസം ഉണ്ടാകൂല. തങ്ങളെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ റബ്ബേ. ഞാൻ ഒരൊറ്റ സംഭവം കൂടി ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം നിർത്തുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, പരിധി വിട്ട് സ്നേഹിക്കണം. പരിധി വിടുക എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറഞ്ഞ ഒരു പരിധിയുണ്ട്. യൂദനസ്രാണികൾ അവരുടെ നബിമാര് ദൈവങ്ങളാണെന്ന് ദൈവപുത്രന്മാരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയണ്ട. അതല്ലാത്ത മുഴുവൻ മധുഹും നിങ്ങൾ പറഞ്ഞോളൂ. പറയേണ്ടത് എങ്ങനെ നമ്മളെ ഇമാമുമാര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ വലിയ മഹത്വമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും കടം പറ്റിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബഹിക്ക് തൊട്ട് മുമ്പല്ലേ തങ്ങൾ വന്നത്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ് ഹബീബായ തങ്ങൾ മദീനയിലെത്തിയത്. അന്ന് മദീന മുഴുവനും പ്രകാശിച്ച ദിവസമായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തങ്ങൾ വരുമ്പോ മദീന മുഴുവനും പ്രകാശിച്ചു. അതുകൊണ്ടാണ് അൽ മദീനത്തുൽ മുനവ്വറ, പ്രകാശിക്കുന്ന പട്ടണം എന്ന് പേര് വന്നത്. ഇരിക്കട്ടെ, ഒരു 23 കൊല്ലം അവിടെ തങ്ങൾ താമസിച്ചു. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറയുന്നതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ച ദിവസം വലിയ സങ്കടം. മദീന മുഴുവനും കരഞ്ഞുപോയി, കറുത്തുപോയി, ഇരുണ്ടുപോയി. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് തങ്ങൾ എന്നാ പറയുന്നു, തങ്ങൾ വഫാത്തായ ദിവസം മദീന ഇരുണ്ടുപോയി, മദീന കറുത്തുപോയി, പ്രകാശം മാഞ്ഞുപോയി. സുബ്ഹാന ജല്ല ജലാലു. ഫാത്തിമ ബീബി വരുന്നുണ്ട് മുത്തുനബിയെ കാണാൻ. കൂടെ ഹസൻ ഹുസൈൻ തങ്ങളുമുണ്ട്. വരുമ്പോൾ തങ്ങളുടെ അവസ്ഥ എന്താണ്? വെള്ളം പാത്രത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് തണുത്ത വെള്ളം കണ്ട് കൈകൊണ്ടും കോരിയെടുത്തിട്ട് മുഖം ഇങ്ങനെ തടവുന്നുണ്ട്. എന്നിട്ട് തങ്ങൾ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത്.
ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. എന്നിട്ട് പറയുന്നു മരണത്തിന് നല്ല വേദനയുണ്ട്, മരണത്തിന് നല്ല വേദനയുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് പൊന്നുമോള് കടന്നു വരുന്നത്. എന്തൊരു ഇഷ്ടമുള്ള മകളാണ് ഫാത്തിമ ബീവി. ആ പൊന്നുമോള് കരയുന്നു. പാപ്പന്റെ സങ്കടം വിളിച്ച് മോള് കരയാണ്. ചെറിയ മക്കള് ഹസൻ ഹുസൈൻ അവർ ഉപ്പാപ്പ ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ല. അവരും കരയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ആശ്വസിപ്പിച്ച് പറയുന്നു, മോളെ കരയണ്ട, ഇന്ന് കഴിഞ്ഞ വാപ്പന്റെ വേദന പോയി, ഇന്ന് കഴിഞ്ഞ വാപ്പന്റെ ക്ഷീണം പോയി. ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് മരുന്ന് വരുന്നു എന്ന അർത്ഥത്തിനല്ല, ഇന്ന് കോടികളെ മരുന്നെത്തും വിദഗ്ധനായ ഡോക്ടർ വരുന്നു എന്ന അർത്ഥത്തിനല്ല. കുട്ടി കൊണ്ടുപോകാൻ അസ്രായീൽ വരുന്നുണ്ട്. അള്ളാന്റെ അടുക്കലേക്ക് പോകേണ്ട സമയമായി നാ പറഞ്ഞത്. ഇന്ന് കഴിഞ്ഞാൽ വേദനയില്ല. തങ്ങള് വേദനയില്ലാത്ത ലോകത്തേക്ക് സഞ്ചരിച്ചു പോയി. അള്ളാഹുവിന്റെ റസൂല് ലോകത്തുനിന്ന് വടവാങ്ങിപ്പോയി. സുബ്ഹാന ജല്ല ജലാലു. എല്ലാവരും സങ്കടപ്പെട്ടു, എല്ലാവരും പ്രയാസപ്പെട്ടു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ വഫാത്തായി കിടക്കുന്ന സ്വഹാബികൾ അറിഞ്ഞ് നാനാഭാഗത്തുനിന്ന് കരഞ്ഞ് 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 അവര് മദീനത്തേക്ക് വരുമ്പോൾ അവര് കാണുന്ന രംഗം എന്താണ്? അള്ളാന്റെ റസൂല് മരിച്ചിട്ടില്ല. അവര് കണ്ട നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവര് കണ്ട എല്ലാ നിലക്കുള്ള ധീരനാണ് ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ചവിട്ടുന്ന സ്ഥലത്ത് ഇബ്ലീസ് ചവിട്ടൂല എന്ന് മുത്തുനബി പറഞ്ഞതാണ്. അത്ര ധീരനായ ധൈര്യശാലിയായ, ആരെടാന്ന് ചോദിക്കാൻ ധൈര്യമുള്ള മക്കയിലെ തറവാട്ടുകാരനാണ് ഉമർ. ആ ഉമർ തങ്ങൾ വാളെടുത്തിട്ട് പറയണ്, അള്ളാന്റെ റസൂല് മരിക്കൂല. വഇന്നഹു ദഹബ ഇലാ റബ്ബിഹി കമാ ദഹബ മൂസാ 40 ലൈല. മൂസാ അലൈഹിസ്സലാം 40 ദിവസം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ പോലെ അള്ളാന്റെ റസൂല് പോയതാണ്. തിരിച്ചു വരാതിരിക്കൂല. വല്ലാഹി ലയർജഅന്ന റസൂലുള്ളാഹ് കമാ റജഅ മൂസാ. മൂസാ നബി മടങ്ങി വന്നതുപോലെ അള്ളാന്റെ റസൂല് മടങ്ങി വരും. ഇനി ആരെങ്കിലും റസൂലുള്ളാഹ് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കൈകാലുകൾ ഞാൻ വെട്ടിക്കളയും. ഉമർ റളിയല്ലാഹു അൻഹു പറയണത് ചെറിയ ആളല്ല, ഇന്നലെ വന്ന സ്വഹാബിയല്ല, ബുദ്ധിപ്രമുള്ള ആളല്ല, ബുദ്ധിജീവിയായ തന്റെ ഹേടിയായ സൽസ്വഭാവിയായ മുത്തുനബിന്റെ ഇഷ്ടാനുയായിയായ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിച്ച ഇബ്ലീസിന് ഭീഷണിയായ എത്ര ആയത്തുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോട് യോജിച്ച് ഖുർആനിൽ ഇറങ്ങിയത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോടുള്ള അദമ്യമായ അനുരാഗത്താൽ സ്നേഹത്താൽ പറയാണ്, തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിടൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകന്ന ഒരു കുടുംബ വീട്ടിലാണുള്ളത്. വിവരം അറിഞ്ഞിട്ട് മാനവറുകൾ ഓടി വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവസ്ഥ എന്താണ്? ജനങ്ങളെല്ലാവരും തങ്ങളെ കാണാൻ കഴിയാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചിട്ട് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മൈൻഡ് ചെയ്യാതെ നേരെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. ഫകശഫ അൻ വജ്ഹി. തങ്ങളെ മുഖത്തേക്കുള്ള തുണി അങ്ങ് നീക്കിയിട്ട് സുബ്ഹാനല്ലാഹ് തങ്ങളെ മുഖത്തേക്ക് ചുണ്ട് ചേർത്തിട്ട് ചുംബിക്കുന്നു. വിതുമ്പി വിതുമ്പി കരയുന്നു. എന്നിട്ട് പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി റഹ്മത്തുള്ളാഹി അലൈക യാ റസൂലല്ലാഹ്. എന്റെ ശരീരം അങ്ങക്ക് സമർപ്പിക്കുന്നു നബിയേ. എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ കയ്യിലാണ്, ആ റബ്ബിനെ തന്നെ സത്യം. അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം റഹ്മത്തുണ്ടാവട്ടെ നബിയേ. മാ അത്യബക ഹയ്യം വമൈതാ. എന്തൊരു സുഗന്ധമുള്ള മരണം, മരണത്തിലും ജീവിതത്തിലും അങ്ങൊരു വലിയ സുഗന്ധം തന്നെ നബിയേ. ബിഅബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മയെയും ബാപ്പയെയും ഞാൻ അങ്ങക്ക് സമർപ്പിക്കുന്നു. വല്ലാഹി ലാ യജ്മഉല്ലാഹു അലൈക മൗതതൈനി അബദാ.
ഒരിക്കലും തങ്ങൾക്കല്ല രണ്ട് മരണം കണക്കാക്കൂല. കണക്കാക്കിയ മരണം അങ്ങ് മരിച്ചുപോയി നബിയേ. ജനങ്ങളോട് അബൂബക്കർ തങ്ങൾ പറയുന്നു, അള്ളാന്റെ റസൂല് മരിച്ചുപോയി. റളിയല്ലാഹു അൻഹു വന്നിട്ട് ചെറിയ കുട്ടികള് 1ാം ക്ലാസ്സിലെ കുഞ്ഞ് സംശയം ചോദിക്കണ പോലെ ചോദിക്കുന്നു, അബൂബക്കറേ തങ്ങൾ മരിച്ചുവോ? അബൂബക്കറേ മരിച്ചു എന്ന് പറയുമ്പോൾ അതാ നിലത്ത് ഇരിക്കുന്നു, തലയിൽ മണ്ണ് വാരിയിടുന്ന ആര്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഏത് അളവുകോല് കൊണ്ടാണ്, ഏത് സ്കെയില് കൊണ്ടാണ് ആ സമയത്തുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയെ ബിദ്അത്തുകാർ അളക്കുന്നത്? മുസ്ലിമീങ്ങൾക്ക് അളക്കാൻ കഴിയും. അത് ഇഷ്കിന്റെ കോല് കൊണ്ടാണ്, മഹബത്തിന്റെ കോല് കൊണ്ടാണ്. ഉപ്പ മരിച്ച വീട്ടിൽ ഇതുപോലെ മക്കൾ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭർത്താവ് മരിച്ച ഏതെങ്കിലും കബക്കയിലുള്ള പെണ്ണ് ഇതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച് ഇങ്ങനെ നിലവിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും മുഅ്മിനീങ്ങളെ കുറിച്ചും അല്ലാഹു തആല പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരെ ശരീരങ്ങളെക്കാൾ അവർ സ്നേഹിച്ചു മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ